നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോധ്യയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 7-ാമത്തെ അധ്യായം, ഭഗവാന്റെ അവതാരങ്ങളുടെ വർണ്ണനം. 7-ാമത്തെ അധ്യായം വായിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ അധ്യായത്തിലെ കുറച്ച് ശ്ലോകങ്ങൾ ബാക്കിയായിട്ടുണ്ട്. റെക്കോർഡാവുമ്പോൾ കട്ടായതാണ്. 40-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ വായിച്ചത്. അതായത് ഭക്തിയില്ലാത്തവരും വേദത്തെ അറിഞ്ഞവരെന്ന് നടിക്കുന്നവരും പാണ്ഡിത്യ ഗർവുള്ളവരുമായ ദുർജനങ്ങൾ അവരുടെ തർക്കവിതർക്കങ്ങൾ കൊണ്ട് യുക്തിവാദത്തിൽ ഏർപ്പെടുമ്പോൾ ആ ബ്രഹ്മതത്വത്തെ ശരിയായിട്ട് അറിയാൻ കഴിയുന്നില്ല. പരിശുദ്ധമായ മനസ്സും നിർമ്മലമായ അന്ധകരണവും ഉള്ളവരുമായ ബ്രഹ്മർഷികൾ മാത്രമേ ഭഗവത് തത്വത്തെ ശരിയായി അറിയുന്നുള്ളൂ. ഇനി 41-ാമത്തെ ശ്ലോകം നോക്കാം. ആദ്യോവതാര പുരുഷ പരസ്യകാല സ്വഭാവ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാഷ്ടാനുസരിഷ്ണുഭൂമ്ന. സർവവ്യാപിയായ പരമാത്മാവിൻ്റെ ആദ്യത്തെ അവതാരമാണ് വിരാട് പുരുഷൻ. ഈ പുരുഷൻ തന്നെ കാലസ്വരൂപൻ. സ്വഭാവവും സ്ഥൂലവും സൂക്ഷ്മവും മഹത്തത്വവും പഞ്ചഭൂതങ്ങളാകുന്ന ദ്രവ്യവും അഹങ്കാരതത്വവും തത്വാദി ഗുണങ്ങളും 11 ഇന്ദ്രിയങ്ങളും ബ്രഹ്മാണ്ഡ സ്വരൂപമായ വിരാട് ദേഹവും അതിൽ അഭിമാനിക്കുന്ന സമഷ്ടിദേഹവും വൃഷ്ടിദേഹവും സ്ഥാവരവും ജംഗമവും സർവവും ഈ പുരുഷൻ തന്നെ. അഹംഭവോ യജ്ഞയുമേ പ്രദേശ ദക്ഷാദയോ യേ ഭവദാദയശ്ച സ്വർലോകപാലാകലോകപാല നൃലോകപാല സ്ഥലലോകപാല. ഞാനും ശിവനും, ഞാൻ പറയുമ്പോൾ ബ്രഹ്മാവ്, ഞാനും ശിവനും വിഷ്ണുവും ദക്ഷൻ തുടങ്ങിയ പ്രജാപതികളും അങ്ങ് മുതലായവരും, അങ്ങ് പറയുമ്പോൾ നാരദൻ, ഇന്ദ്രാദികളും ഗരുഡൻ മുതലായ പക്ഷിശ്രേഷ്ഠന്മാരും ഭൂമിപാലകരായ മനു മുതലായവരും തലാതലാദി ലോകങ്ങളെ രക്ഷിക്കുന്ന വാസുകി അനന്തൻ തുടങ്ങിയവരും ഗന്ധർവ വിദ്യാധരചാരണേശ യക്ഷരക്ഷോ രഘനാഥനാഥ യവാഋഷീണാമൃഷഭാഭൃതൂണാം ദൈത്യേന്ദ്ര സിദ്ധീശ്വരദാനവേന്ദ്ര. ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാരിൽ ശ്രേഷ്ഠന്മാർ, ഋഷാധിപനായ കുബേരൻ, ഉരകശ്രേഷ്ഠന്മാർ, നാഗശ്രേഷ്ഠന്മാർ, വസിഷ്ഠൻ തുടങ്ങിയ ഋഷീശ്വരന്മാർ, അര്യമാ മുതലായ പുതുക്കൾ, രാക്ഷസരാജാക്കന്മാരായ രാവണാദികൾ, പ്രഹ്ലാദൻ തുടങ്ങിയ ദൈത്യേന്ദ്രന്മാർ, സിദ്ധശ്രേഷ്ഠന്മാരായ കപിലൻ തുടങ്ങിയവർ, അസുരശ്രേഷ്ഠന്മാരായ മയൻ തുടങ്ങിയവരും അന്യേജയേ പ്രേതപിശാചഭൂത കുഷ്മാണ്ഡയാ ധൂമൃഗപശ്യതീശ യത്കിഞ്ചലോകേ ഭഗവൻ മഹസ്വ തോജസ്സഹസ്വദ്ബലവക്ഷമാവത് ശ്രീഹരി വിഭൂത്യാത്മവദത്ഭുതാർണം തത്വം പരം രൂപവതസ്വരൂപം പ്രധാന്യതോയാനുഷാമനന്തി ലീലാവതാരാൻ പുരുഷസ്യ ഭൂമ്ന ആപീയതാം കഷായ ശോഷാൻ അനുക്രമിഷ്യേ ദയിമാൻ സുവേശാൻ. മറ്റുള്ളവരായ പ്രേതങ്ങൾ, പിശാചുക്കൾ, ഭൂതങ്ങൾ, കൂഷ്മാണ്ഡങ്ങൾ, ജലജന്തുക്കളിൽ ഉത്കൃഷ്ടന്മാർ, മൃഗങ്ങളിൽ ഉത്കൃഷ്ടമായവ, പശുക്കളിൽ ഉയർന്നവ, ലോകത്തിൽ വെച്ച് ഐശ്വര്യം തികഞ്ഞവയൊക്കെയും തേജസ്വികൾ, ഇന്ദ്രിയ ശക്തിയുള്ളവ, മനഃശക്തിയുള്ളവ, സാമർഥ്യമുള്ളവ, ക്ഷമയുള്ളവ, ഇവകളും ശോഭ, ലജ്ജ, മഹാത്മ്യം, ബുദ്ധി എന്നീ ഗുണങ്ങളുള്ളവ, ആശ്ചര്യകരമായ വർണ്ണവൈവിധ്യമുള്ളവ, രൂപമുള്ളത്, രൂപമില്ലാത്തത്, ഇങ്ങനെയുള്ള സകലതും ഹേ നാരദ പരമാത്മതത്വം തന്നെയാണ്. ഇങ്ങ് നിറഞ്ഞിരിക്കുന്ന ആ പരംപുരുഷൻ തൻ്റെ ലീലയായിട്ട് സ്വീകരിച്ച ഏതേത് അവതാരങ്ങളെ ജ്ഞാനികൾ അറിയുന്നുവോ, ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ കർണമലങ്ങളെ നശിപ്പിക്കുന്ന സുന്ദരതരങ്ങളായ ഭഗവത് അവതാര കഥകളെപ്പറ്റി ഞാൻ പറയാം. ആ അമൃതത്തെ നന്നായി പാനം ചെയ്തുകൊള്ളുക. ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ ഷഷ്ടോധ്യായ. 2-ാമത്തെ സ്കന്ധം 6-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് 7-ാമത്തെ അധ്യായം നോക്കാം. അത് 7-മോധ്യായ, ഭഗവാന്റെ അവതാരങ്ങളുടെ വർണ്ണനം. 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ ഭഗവാന്റെ ലീലാവതാരങ്ങളെ പറ്റിയാണ് ഈ അധ്യായത്തിൽ ചുരുക്കി പറയുന്നത്. ബ്രഹ്മോവാച യഥോദ്യതക്ഷിതിതലോധരണായ ബിഭ്ര ക്രൗഡീം ധനും സകലയജ്ഞമയീം അനന്ത അന്തർമഹാർണവ ഉപാഗതമാതിദൈത്യം തം ദംഷ്ടയാദ്രിഹ്മിവ വജ്രധരോ ദദാര. ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി സകല യജ്ഞങ്ങളുടെയും സ്വരൂപമായ നാശരഹിതനായ ഭഗവാൻ നാരായണൻ വരാഹാവതാരം സ്വീകരിച്ചു. മഹത്തായ സമുദ്രത്തിൽ പ്രവേശിച്ചവനും ആദ്യത്തെ ദൈത്യനുമായ ഹിരണ്യാക്ഷനെ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതത്തെ എന്ന പോലെ തൻ്റെ തേറ്റകൾ കൊണ്ട് പിളർന്നു.
ജാതോരുജേരജനയസൂയമാൻ സുയജ്ഞ ആകൂതിസൂനു കമരാനത ദക്ഷിണായാം ലോകത്രയസ്യ മഹതീം മഹരജ്ഞതാർത്ഥ്യം സ്വയംഭുവേന മനുനാ ഹരിരിത്യനുക്ത. രുചി എന്ന പ്രജാപതിക്ക് ആകൂതി എന്ന ഭാര്യയിൽ ഭഗവാൻ സുയജ്ഞൻ എന്ന പേരോടുകൂടി അവതരിച്ചു. പിന്നെ ദക്ഷിണ എന്ന സ്ത്രീയിൽ സുയമന്മാർ എന്ന ദേവന്മാരെ ജനിപ്പിച്ചു. ഇപ്രകാരം സുയജ്ഞൻ 3 ലോകത്തിലുമുണ്ടായിരുന്ന ദുഃഖത്തെ തീർത്ത് രക്ഷിച്ചപ്പോൾ സ്വയംഭൂമനു ഭഗവാനെ ശ്രീഹരി എന്ന് വിളിച്ച് സ്തോത്രം ചെയ്തു. യജ്ഞേ ജഗർദമഗ്രഹേ ദ്വിജദേവഹൂത്യാം ശ്രീഭിസ്സമം നവവിരാത്മഗതിം സ്വമാത്രേ പൂജയേയാത്മശമലം ഗുണസംഗഭംഗം അസ്മിൻ വിദൂയ കപിലസ്യ ഗതിം പ്രവേദേ. ഏ ദ്വിജ, കർദമൻ്റെ ദേവഹൂതി എന്ന ഭാര്യയിൽ അവരുടെ ഗ്രഹത്തിൽ ഭഗവാൻ 9 സഹോദരികളോടൊപ്പം സഹോദരനായിട്ട് അവതരിച്ചു. സ്വമാതാവിനായിട്ട് ആത്മഗതിയെ ഉപദേശിച്ചു. ദേവഹൂതി ആ ബ്രഹ്മവിദ്യ കൊണ്ട് മനോമാലിന്യത്തെ ഉണ്ടാക്കി തീർക്കുന്ന ഗുണസംഗരൂപമായ മാലിന്യത്തെ കളഞ്ഞിട്ട് കപില ഭഗവാന്റെ ഗതിയെ, അതായത് മോക്ഷത്തെ പ്രാപിച്ചു. അത്രേരപദ്യമഭികാംക്ഷതാഹ തുഷ്ടോ ദത്തോ മയാഹമിതി യത് ഭഗവാൻ സദത്ത യൽപാദപങ്കജപരാഗ പവിത്രദേഹ യോഗർദിമാ പുരുഭയും യദുഹൈഹയാദ്യ. സന്താനത്തെ ആഗ്രഹിച്ച് തപസ് ചെയ്ത അത്രി മഹർഷിയിൽ സന്തുഷ്ടനായി ഭഗവാൻ, ഹേ മുനെ, ഞാൻ അങ്ങേക്ക് എന്നെ തന്നെ ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദാനം ചെയ്യപ്പെട്ടവനായി ദത്തൻ എന്ന പേരോടുകൂടി അവതരിച്ചു. ആ ദത്താത്രേയൻ്റെ പാതാരവിന്ദ ധൂളികാൽ പരിശുദ്ധമായ ശരീരത്തോടുകൂടിയ യയാതിയുടെ പുത്രനായ യദു, ഐഹയ രാജാവായ കാർത്തവീര്യാർജുനൻ എന്നിവർ 2 വിധത്തിലുള്ള യോഗസമൃദ്ധിയെ പ്രാപിച്ചു. അതായത് ലോകസുഖങ്ങളും മുക്തിയും എന്ന് സാരം. തപ്തം തവോ വിവിധ ലോകസുഷ്ഠയാമി ആദോസനാശ്വതപസ്സനോഭൂത് പ്രാകൽപസംപ്ലവവിനഷ്ടമിഹാത്മതത്വം സമ്യക് ജഗാദ മുനയോ യദചക്ഷതാത്മൻ. ആദിയിൽ ഞാൻ ബഹുവിധ ലോകങ്ങളെ സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹത്താൽ തപസ് ചെയ്തു. ആ തപസ് ഭഗവാന് സമർപ്പിച്ചതിൻ്റെ ഫലമായി ശ്രീനാരായണൻ സനൽ എന്നുപേരുള്ള 4 മൂർത്തികളായി അവതാരമെടുത്തു. അതായത് സനൽ കുമാരൻ, സനകൻ, സനന്ദൻ, സനൽ സുജാതൻ എന്നിവർ കുമാരന്മാർ എന്ന് അറിയപ്പെടുന്നു. അവർ കഴിഞ്ഞ കൽപ്പത്തിൽ മറഞ്ഞുപോയ ആത്മതത്വത്തെ ശരിയായിട്ട് ഉപദേശിച്ചു. മുനികൾ ആ ആത്മതത്വത്തെ ആത്മാവിൽ ദർശിച്ചു. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നരഹിതി സ്വതപപ്രഭാവ ദുഷ്ടാത്മനോ ഭഗവതോ നിയമാവലോപം ദിവ്യസ്തനംഗപ്രദനാകടിതം നശേവോ. ദക്ഷപുത്രിയും ധർമ്മൻ്റെ ഭാര്യയുമായ മൂർത്തിദേവിയിൽ ഭഗവാൻ തൻ്റെ തപസ്സിൻ്റെ പ്രഭാവത്തോടുകൂടിയ നരനും നാരായണനുമായി അവതരിച്ചു. ഭഗവാന്റെ തപസ്സിന് വിഘ്നമുണ്ടാക്കാനായി മന്മഥൻ സേനകളായ രംഭാമുതലായ അപ്സരസുകൾ ശ്രമിച്ചപ്പോൾ അവർക്ക് തുല്യരായ അനേകം സുന്ദരിമാരെ സ്വന്തം ദേഹത്തിൽ നിന്നും സൃഷ്ടിച്ച് അവർക്ക് സമ്മാനിച്ചു. ഭഗവാന്റെ തപോവിഘ്നം വരുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. കാമം ദഹന്തി കൃതിനോ നനുരോഷദൃഷ്ട്യ രോഷം ദഹന്തമുദതേന ദഹന്ത്യസഹ്യം സ്വയം യദന്തരമലം പ്രവിശൻ വിവേദി കാമകഥം നു പുനരസ്യ മനർശയേത. മഹാന്മാർ രോഷത്തോടുകൂടിയ നോട്ടത്താൽ കാമത്തെ ദഹിപ്പിക്കുന്നു. എന്നാൽ അസഹ്യമായതും മനസ്സിനെ ദഹിപ്പിക്കുന്നതുമായ ക്രോധത്തെ അവർ ദഹിപ്പിക്കുന്നില്ല. ആ ക്രോധം നിർമ്മലമായ ഒരുവൻ്റെ മനസ്സിൽ പ്രവേശിക്കാൻ ഭയപ്പെടുന്നു. അങ്ങനെയിരിക്കെ ക്രോധത്തേക്കാൾ താണുപടിയിലുള്ള ഈ കാമം ഭഗവാന്റെ മനസ്സിൽ കടക്കുന്നത് എങ്ങനെയാണ്? മഹാനായ രുദ്രൻ കോപത്തോടെ നോക്കിയപ്പോൾ കാമദേവൻ ദഹിച്ചുപോയി. കാമത്തെ ദഹിപ്പിച്ച രുദ്രനെ പോലുള്ളവർക്ക് ആ കോപത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിർമ്മല ഹൃദയമുള്ള ഭഗവാൻ നാരായണന്റെ മനസ്സിൽ ഈ കോപത്തിന് അതിനേക്കാൾ താണ കാമത്തിനോ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ അപ്സര സ്ത്രീകളോട് കോപിച്ചില്ല. അവർക്ക് കാമം കൊണ്ട് നരനാരായണന്മാരായ ഭഗവാനെ ജയിക്കാനും കഴിഞ്ഞില്ല. വിത്തസപത്നുദിത പത്രിവിരന്തിരാജ്ഞോ ബാലോപി സന്നു ഭഗതസ്തപസേവനാനി തസ്മാ അദാദ്രുവഗതിം ഗൃണതേ പ്രസന്നോ ദിവ്യാസ്തുവന്തി മുനയോ യദുഭര്യതസ്താത്. പിതാവിൻ്റെ സമീപത്ത് വെച്ച് സപത്നിയുടെ വാക്കുകളാകുന്ന ബാണത്താൽ മുറിവേൽപ്പിക്കപ്പെട്ട ധ്രുവൻ ബാലനാണെങ്കിലും തപസ് ചെയ്യുവാൻ വനത്തിൽ പ്രവേശിച്ചു. സ്തോത്രം ചെയ്ത ആ ബാലനോട് പ്രസാദിച്ചിട്ട് മുന്നിൽ പ്രത്യക്ഷനായി
അവന് ധ്രുവപദത്തെ ദാനം ചെയ്തു. ആ സ്ഥാനത്തിൻ്റെ മേൽഭാഗത്തും കീഴ്ഭാഗത്തും ഇരിക്കുന്ന ദിവ്യന്മാരായ മുനിമാർ ധ്രുവനെ സ്തുതിക്കുന്നു. യജ്ഞേനമുൽപദഗതം ദ്വിജവാക്യവജ്ര വിപ്ലുഷ്ടപൗരുഷപദം നിരയേ പദന്തം ത്രാത്വാർത്തിതോ ജഗതി പുത്രപദം ജലേബേ ദുഗ്ധാവസൂരി വസുധാ സകലാനിയേന. അപദമാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന വേനൻ എന്ന രാജാവിനെ മുനിമാരുടെ ശാപമാകുന്ന വജ്രായുധം പ്രയോഗിച്ചു വധിച്ചു. അതോടെ പൗരുഷവും ഭാഗ്യവും നശിച്ച് നരകത്തിൽ പതിക്കാൻ പോകുന്ന അവനെ രക്ഷിച്ചിട്ട് മുനിമാരുടെ പ്രാർത്ഥന പ്രകാരം അവന് പിതാവിൻ്റെ സ്ഥാനം നൽകിക്കൊണ്ട് അവൻ്റെ ശരീരത്തിൽ നിന്നും പുത്രനായി അവതരിച്ചു. ആ നാരായണനാൽ ഭൂമിയിൽ നിന്നും ലോകത്തിനു വേണ്ടി ധനങ്ങൾ ദോഹനം ചെയ്യപ്പെട്ടു. അംഗരാജാവിൻ്റെ ദുഷ്ടനായ പുത്രൻ വേനൻ രാജാവായിട്ട് പ്രജാദ്രോഹവും ഭഗവത് നിന്ദയും തുടർന്നപ്പോൾ മുനിമാർ അവനെ ശപിച്ചു കൊന്നു. പിന്നീട് ലോകരക്ഷയ്ക്കായിട്ട് വേനൻ്റെ ശരീരം കടഞ്ഞപ്പോൾ ഭഗവാൻ പൃഥുവായിട്ട് അവതരിച്ചു. പൃഥു ചക്രവർത്തി ഭൂമിയെ പശുവാക്കി ലോകത്തിന് വേണ്ട ധനമെല്ലാം കറന്നെടുത്തു. നാഭേരസാവിഷവാസസുദേവി സൂനോർ യോഭൈജാര സമദഗ്ജടയോഗചര്യാം യൽപാരമഹംസ്യമൃഷയപദമാമനന്തി സ്വസ്ഥപ്രശാന്ത കരണ പരിമുക്തസംഗ. ഈ ഭഗവാൻ നാഭി എന്ന രാജാവിൻ്റെ പത്നിയായ സുദേവിയുടെ പുത്രനായി ഋഷവൻ എന്ന പേരോടുകൂടി അവതരിച്ചു. എല്ലാറ്റിനെയും ബ്രഹ്മമായി കാണുന്നവനും ബ്രഹ്മസ്വരൂപമായ ആത്മാവിൽ നിന്ന് തെറ്റാതിരിക്കുന്നവനും ഒന്നിനോടും ബന്ധമില്ലാതിരിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനുമായിട്ട് ജഡനെ പോലെ യോഗനിലയെ അനുഷ്ഠിച്ചു. ആ യോഗനിലയെ ഋഷികൾ പരമഹംസന്മാരുടെ പദമായ മുക്തിസ്ഥാനം ആണ് എന്ന് പറയുന്നു. സത്രേ മമാംസ ഭഗവാൻ ഹയശീരഷാദോ സാക്ഷാത് യജ്ഞ പുരുഷസ്തവനീയവർണ ചന്ദോമയോ മകമയോ ഗിലദേവതാത്മാ വാചോ ബഭൂവുരുഷദീശസതോസ്യനസ്ത. അടുത്ത അവതാരം ഹയഗ്രീവൻ. സ്വർണ്ണ നിറമുള്ളവനും വേദസ്വരൂപനും യാഗസ്വരൂപനും സകല ദേവതാസ്വരൂപനും യജ്ഞപുരുഷനുമായ ഭഗവാൻ നാരായണൻ കുതിരയുടെ മുഖമുള്ള ഹയഗ്രീവനായിട്ട് എൻ്റെ യാഗത്തിൽ അവതരിച്ചു. അവൻ്റെ ശ്വാസത്തിൽ നിന്നും മനോഹരമായ വേദവാക്കുകൾ ഉണ്ടായി. മത്സ്യോ യുഗാന്ത സമയേ മനുലോപലബ്ധ ക്ഷോണീമയോ നിഖില ജീവനികായഗേദ വിശ്രംസിതാനുരുപയേ സലിലേ മുഖാന്മേ ആദായ തത്ര വിജഹാരഹ വേദമാർഗാൻ. യുഗാവസാനത്തിലെ പ്രളയകാലത്ത് വൈവസ്വതമനുവാകാൻ പോകുന്ന സത്യവ്രതൻ എന്ന രാജാവിനാൽ ദർശിക്കപ്പെട്ടവനും ഭൂമിയെ സ്വരൂപമായി ധരിച്ചവനും സകല ജീവരാശികൾക്കും ആശയബോധനുമായ ഭഗവാൻ ശ്രീഹരി മത്സ്യരൂപത്തിൽ മഹാഭയം ജനിപ്പിക്കുന്ന പ്രളയജനത്തിൽ അവതരിച്ചു. എൻ്റെ മുഖത്തു നിന്നും പുറത്തുപോയ വേദവിഭാഗങ്ങളിൽ, എൻ്റെ പറയുമ്പോൾ ബ്രഹ്മാവാണല്ലോ പറയണത്, എൻ്റെ മുഖത്തു നിന്നും പുറത്തുപോയ വേദവിഭാഗങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ആ പ്രളയജലത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു. അഹോ ആശ്ചര്യം! ക്ഷീരോദാവമരദാനവയൂതപാന ഉന്മഗ്നതാം അമൃതലബ്ധയാതിദേവ പൃഷ്ടേന കച്ചപവപൂർ വിദധാരഗോത്രം ലിദ്രാക്ഷണോദ്രി പരിവർത്തകഷാണ കണ്ടു. അടുത്തതായിട്ട് കൂർമാവതാരത്തെ പറയുന്നു. അമൃതം ലഭിക്കുന്നതിനായിട്ട് ദേവന്മാരുടെയും അസുരന്മാരുടെയും സംഘാധിപന്മാർ ചേർന്ന് പാലാഴിയെ മദനം ചെയ്യുമ്പോൾ ആമയുടെ സ്വരൂപം ധരിച്ച് അവതരിച്ച് നിദ്രയാകുന്ന ഉത്സവത്തെ അംഗീകരിച്ചവനും മന്ദരപർവ്വതത്തിൻ്റെ ചുറ്റലിനാൽ ശരീരത്തിലുണ്ടായിരുന്ന ചൊറിച്ചിൽ മാറ്റിയവനുമായി ആദിദേവനായ മുകുന്ദൻ തൻ്റെ പൃഷ്ഠഭാഗങ്ങളെ കൊണ്ട് മന്ദരപർവ്വതത്തെ ധരിച്ചു. ത്രൈവിഷ്ടഭൂരുഭയഹാസ നൃസിംഹരൂപം കൃത്വാ പ്രബൽഭൃഗുടി ദംഷ്ടകരാളവക്ത്രം ദൈത്യേന്ദ്രമാശു ഗതയാ വിവദന്തമാരാ പൂരോ നിപാദ്യ വിദധാര നഖീസ്ഫുരന്തം. ദേവന്മാരുടെ മഹാഭയത്തെ സംഹരിക്കുന്നവനായ ഭഗവാൻ ചലിക്കുന്ന പുരികങ്ങളെ കൊണ്ടും ദംഷ്ടകളെ കൊണ്ടും ഭയങ്കരമായ മുഖത്തോടുകൂടിയ നരസിംഹരൂപം ധരിച്ചിട്ട് കയ്യിൽ ഗദയും പിടിച്ച് തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ഹിരണ്യകശിപുവിനെ ക്ഷണത്തിൽ തുടയിൽ കിടത്തി നഖങ്ങളെ കൊണ്ട് പിളർന്നു. അന്തഃസരസ്സുരുബലേന പദേ ഗൃഹീതോ രാഹേണ യൂതപതിരംബുജഹസ്താർത്ത അഹേതമാദിപുരുഷാഖില ലോകനാഥ തീർത്ഥശ്രവണമംഗളനാമധേയ. ഏറ്റവും ശക്തിയുള്ള മുതല കാലിൽ പിടിച്ച് സരസിനുള്ളിലേക്ക് വലിക്കുമ്പോൾ
ആനകളുടെ അധിപനായ ഗജശ്രേഷ്ഠൻ ദുഃഖിതനായി താമരപ്പൂ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദിപുരുഷ, അഖിലലോകനാഥ, പരിശുദ്ധമായ കീർത്തിമാനെ എന്നിങ്ങനെ വാക്കുകൾ കൊണ്ട് ശ്രീഹരിയെ സ്തോത്രം ചെയ്തു. ശുദ്ധഹരിസ്തമരണാർത്തിരമപ്രമേയ ചക്രായുധ പദകരാജഭുജാതിരൂഢ ചക്രേണ നക്രവദനം വിനിപാട്യ തസ്മാത് ഹസ്തേ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോജഹാര. അപ്രമേയനും ചക്രായുധധാരിയുമായി പക്ഷിരാജന ഗരുഡന്റെ പുറത്തു കയറി വന്ന ഭഗവാൻ ശ്രീനാരായണൻ ഗജേന്ദ്രന്റെ സ്തുതി കേട്ടപ്പോൾ ചക്രായുധം കൊണ്ട് മുതലയെ പിളർന്നിട്ട് രക്ഷാർത്ഥിയായിട്ട് നിന്ന ഗജേന്ദ്രനെ കൃപയോടെ കയ്യിൽ പിടിച്ച് ഉയർത്തിവിട്ടു. ആ അവതാരത്തെ ഹരി എന്ന് പറയുന്നു. ജാഹ്യാൻ ഗുണേരവരജോപ്യജിതേ സുതാനാം ലോകാൻ വിചക്രമഹിമാൻ യഥോദിയജ്ഞ ക്ഷ്മാം വാമനേന ജഗൃഹേ ത്രിപദച്ഛലേന യാചനാമൃതേപതിചരൻ പ്രഭുപർണചാല്യ. യാഗങ്ങളുടെ അധിഷ്ഠാന ദേവതയായ ഭഗവാൻ ദേവമാതാവായ അതിഥിയുടെ പുത്രന്മാരിൽ ഏറ്റവും ഇളവനാണെങ്കിലും ഗുണങ്ങൾ കൊണ്ട് ഏറ്റവും ഉന്നതനാകുന്നു. എന്തുകൊണ്ടെന്നാൽ വാമനന്റെ രൂപത്തിൽ അതിഥിയിൽ അവതരിച്ച ഭഗവാൻ മഹാബലിയുടെ യാഗശാലയിൽ ചെന്ന് 3 അടി ഭൂമി യാചിച്ചിട്ട് 3 ലോകങ്ങളെയും 3 അടി കൊണ്ടളന്ന് കൈവശമാക്കി. ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നടക്കുന്നവനെ സ്വഭാവം കൊണ്ടല്ല, യാചന കൊണ്ടുവേണം കീഴടക്കാൻ. ോബലേരയമുരുക്രമപാദശൗച അപശ്യഗാതൃതവതോ വിഭുതാധിപത്യം യോവേ പ്രതിശ്രുതമൃതേന ജിഗീഷധന്യത് ആത്മാനമംഗശിരസാ ഹരയേ ഭീമേനേ. നാരദ, ഭഗവാന്റെ പാദത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥം ശിരസിൽ ധരിച്ച മഹാബലിക്ക് ഇപ്പോൾ ലഭിച്ച നിലയും ഇനി ഭഗവാൻ നൽകാൻ പോകുന്ന വിഭുതാധിപത്യവും പുരുഷാർത്ഥമായിരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മഹാബലി താൻ ചെയ്ത പ്രതിജ്ഞയ്ക്ക് വിരോധമായി മറ്റൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാതെ തൻ്റെ ശരീരത്തെ തന്നെ ശ്രീഹരിക്കായിട്ട് സമർപ്പിച്ചു. തുഭ്യം ജനാരദ പൃശം ഭഗവാൻ വിവൃദ്ധ ഭാവേന സാധു പരിതുഷ്ട ഉവാചയോഗം ജ്ഞാനം ജ ഭാഗവതമാത്മസതത്വദീപം യദ്വാസുദേവ ശരണാ വിദുരഞ്ജസൈവ. നാരദ, അങ്ങയുടെ അധികരിച്ച ഭക്തിയിൽ സന്തോഷിച്ച ഭഗവാൻ അങ്ങേക്കായി ആത്മതത്വത്തെ വിശേഷമായി പ്രകാശിപ്പിക്കുന്നതും ഭഗവാനെ സംബന്ധിച്ചതും ജ്ഞാനസംബന്ധവുമായ ഭക്തിയോഗത്തെ ഉപദേശിച്ചില്ലയോ? ആ വാസുദേവൻ തന്നെ രക്ഷയെന്ന് ബലമായി ഉറച്ചിരിക്കുന്നവർ ആ ഭക്തിയോഗത്തെ നന്നായി അറിയുന്നവരാണ്. ചക്രം ജദിക്ഷവിഹതം ദശസ്യ തേജോ മന്വന്തരേഷു മനുവംസതരോ ബിഭർത്തി ദുഷ്ടേഷു രാജസുതമം ഗതദാസ്വകീർത്തിം സത്യേത്ര പൃഷ്ട ഉഷതിം പ്രദയം ചരിത്രേ. മനുവിൻ്റെ പരമ്പരയെ നിലനിർത്താനായി മനുരൂപത്തെ ധരിച്ച ഭഗവാൻ 10 ദിക്കിലും വ്യാപിച്ച തൻ്റെ ശക്തിയാകുന്ന ചക്രത്തെ എല്ലാ മന്വന്തരങ്ങളിലും ഭരിക്കുന്നു. തൻ്റെ ചരിത്രങ്ങൾ കൊണ്ട് 3 ലോകങ്ങളിലും അതിലുപരി സത്യലോകത്തിലും തൻ്റെ കീർത്തിയെ വ്യാപിപ്പിച്ചുകൊണ്ട് ദുഷ്ടന്മാരായ രാജാക്കന്മാരെ ശിക്ഷിക്കുന്നു. ഇനി 21ാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.